പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ രാജി ആവശ്യപ്പെടുന്നവരിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ രാജി ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമാണ്. ലൈംഗിക അതിക്രമ കേസിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമ പരാതിയിലൊക്കെ ഒരു എം.എൽ.എ. പെട്ടുകഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനു മുമ്പ് പല എം.എൽ.എമാർക്കെതിരെയും ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്ന സമയത്ത് അവരുടെ രാജി ആവശ്യപ്പെട്ടിട്ട് വലിയ തോതിൽ പ്രതിഷേധവും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എ വിൻസെൻ്റ് എം.എൽ.എ. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജയിലിൽ കിടന്ന ഘട്ടത്തിൽ വലിയ സമരങ്ങളാണ്. പക്ഷേ അദ്ദേഹം രാജിവെച്ച ചരിത്രം കോൺഗ്രസിനകത്തില്ല. മുകേഷിനെതിരെ ആരോപണം വന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. മുകേഷ് രാജിവെച്ച ചരിത്രമില്ല. എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ടില്ല. അങ്ങനെ നിരവധി ആളുകളുടെ പേര് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. പോലീസ് കേസ് വന്ന് ജയിലിൽ കിടന്നിട്ടുള്ള എം.എൽ.എമാർ പോലും രാജിവെക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുന്നത്. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല, നിരവധി ആൾ. ഇപ്പോൾ ഇതിനോടകം 8 പരാതികളെങ്ങാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും രേഖാമൂലമുള്ള ഒരു പരാതിയും പോലീസിനോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ രാജി ആവശ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളവരുണ്ട് എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ പാലക്കാട് DCC ജനറൽ സെക്രട്ടറി തന്നെ ശ്രീകൃഷ്ണൻ, അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഏകദേശം കഴിഞ്ഞ 2 ടേമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസിൻ്റേത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ UDF അധികാരത്തിലേക്ക് വരും എന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആ വലിയ പ്രതീക്ഷ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയം ഉയർന്നു വരികയാണ്. അത് അദ്ദേഹം രാജിവെക്കാതെ അദ്ദേഹത്തിന് ലഭിച്ച MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് എങ്കിൽ കോൺഗ്രസിന് അടുത്ത തവണ നിയമസഭയിൽ ഭരണം കിട്ടാനുള്ള സാധ്യതയ്ക്ക് അത് വലിയ വിലങ്ങുതടിയാകും എന്ന് മനസ്സിലായെടുത്താണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ നിരവധി ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. പക്ഷേ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, എനിക്കെതിരെ കേസുണ്ടോ, എനിക്കെതിരെ പരാതി ഉണ്ടോ? ഇല്ല. എവിടെയോ ഉയർന്നു വന്ന ആരോ ഉയർത്തിയ ആരോപണത്തിൻ്റെ പേരിൽ ഞാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. പക്ഷേ VD സതീശൻ ഉൾപ്പെടെ പറയുന്നുണ്ട്, മാങ്കൂട്ടത്തിൽ രാജിവെക്കാനുള്ള തീരുമാനമെടുക്കും എന്ന രീതിയിലുള്ള അർത്ഥം വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊണ്ട് രാജിവെക്കാൻ ആവശ്യപ്പെടും എന്നുള്ളതായിരിക്കും ആ തീരുമാനം. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പാലക്കാട് ഇനി എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയില്ല. അടുത്ത തവണ ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇത്തവണ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും മാങ്കൂട്ടത്തലിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ പല ആളുകൾ കോൺഗ്രസിനകത്തും പുറത്തുമുള്ള ഇതും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്ന ഘട്ടത്തിൽ ഈ താര ടോജോ അലക്സ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിലുള്ള ഒരാൾ എഴുതിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത്. അത് എങ്ങനെയാണ് അവരുടെ പോസ്റ്റ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. പാലക്കാട് MLA-യും കേരള യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകയായ താര ടോജോ അലക്സ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പുരുഷാധിപത്യ സാമൂഹിക നിർമ്മിതി എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് താര തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ നേരിട്ട അതിക്രമങ്ങൾ തുറന്നു പറയുന്നതിന് സമാനമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന അനേകം സ്ത്രീകളുടെ ജീവിതങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കേണ്ടി വരുന്നു എന്ന് താര എഴുതുന്നു. ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ കുറ്റപ്പെടുത്തലുകൾക്കും കുരിശേറ്റലുകൾക്കും ശേഷം സമൂഹം പുരുഷനെ വെറുതെ വിടുകയും പിന്നീട് ജീവിതകാലം മുഴുവനും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ട്രോമയിലേക്ക് പരാതി ഉന്നയിച്ച സ്ത്രീകളെ തള്ളിയിടുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടുത്തെ വൃത്തികെട്ട വ്യവസ്ഥിതിയാണ് അതിക്രമങ്ങളെയും കടന്നുകയറ്റങ്ങളെയും കുറിച്ച് നിശബ്ദരായിരിക്കാൻ ഇവിടുത്തെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഈ വ്യവസ്ഥിതി തിരുത്തിയതിന് ശേഷം മാത്രമേ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്തുകൊണ്ട് പേര് പറയുന്നില്ല, എന്തുകൊണ്ട് വിളിച്ചു പറയുന്നില്ല എന്ന ബഹളം വയ്ക്കൽ പാടുള്ളൂ. വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പുരുഷനെ സംബന്ധിച്ച് പല നിലയ്ക്ക് സ്ത്രീകളുടെ സമ്മർദ്ദങ്ങളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. രാഷ്ട്രീയമായ ഉന്നതങ്ങളിൽ ഇരുന്ന് സാധാരണ വ്യക്തികളെ ഭീഷണിയും പ്രലോഭനങ്ങളും നിങ്ങളുടെ മറ്റ് അധികാര പ്രയോഗങ്ങളും കാണിച്ച് കൊടുത്തുകൊണ്ട് താൽക്കാലികമായി നേടിയെടുക്കുന്ന സമ്മതം അത് കൺസെൻ്റ് അല്ല. മാത്രമല്ല കൺസെൻറ്റിനെ മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കാനും കഴിയണം, താര എഴുതി. രാഷ്ട്രീയ ഉന്നതർക്കെതിരെ തെളിവുകൾ സഹിതം ആരോപണങ്ങൾ വരുമ്പോഴും അതുന്നയിച്ച സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്യാനും നിരന്തരം അവഹേളിക്കാനും ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെയുള്ളത്. അതാണ് ഇത്തരക്കാർക്ക് എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോഴും സ്ത്രീകളോട് മോശമായി പെരുമാറാൻ സാധിക്കുന്നത് എന്നും താര ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്ക് വായിക്കാം. എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? എന്തുകൊണ്ടാണ് വെളിച്ചത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തത്?
പലപ്പോഴും നമ്മളും കേട്ടിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിൽ ഈ സ്ത്രീകൾ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ പരാതി പറയുമ്പോൾ എന്തുകൊണ്ടാണ് പരാതി എഴുതി നൽകാത്തത്, പരാതി പറയാത്തത്, എന്തുകൊണ്ടാണ് അവർ വെളിച്ചത്ത് വരാത്തത്, എന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തത് എന്ന ചോദ്യം വലിയ ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് എന്നുള്ളതാണ് വസ്തുത. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആദർശങ്ങളും സ്വഭാവവും രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിത പരിസരങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യർ, ഇവരിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുന്ന ആദർശങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകത്തുകയാണ് ഒരു ആൺകുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതെങ്കിൽ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ മുൻഗാമിയായ ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവങ്ങളെ പറ്റിയുള്ള ചരിത്രമാണ് അവരുടെ ആദർശത്തെയും സ്വഭാവത്തെയും അവരുടെ തിരഞ്ഞെടുപ്പുകളെയും രൂപീകരിക്കുന്നത്. ഉദാഹരണത്തിന് രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി നടക്കണോ വേണ്ടയോ എന്നത് ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ അതിന് തയ്യാറാണോ, അവനത് തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് മാത്രമുള്ളൊരു ചോദ്യമാണെങ്കിൽ, രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി നടന്ന ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഈ സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ ആകത്തുകയായിരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ തീരുമാനം. അതിക്രമികൾക്കിടയായ പെൺകുട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അത് എന്തുകൊണ്ട് പേര് പറയുന്നില്ല, എന്തുകൊണ്ട് വെളിച്ചത്ത് വരുന്നില്ല, എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ വിലപിക്കുന്നതിന് മുൻപ് അത്തരത്തിൽ പുറത്തു വന്ന മനുഷ്യരോട് നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെപ്പറ്റി ഇനിയെങ്കിലും ആത്മവിമർശനത്തോടെ ചിന്തിക്കാൻ സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഇവിടുത്തെ സമൂഹം തയ്യാറാകണം. ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ കുറ്റപ്പെടുത്തലുകൾക്കും കുരിശേറ്റലുകൾക്കും ശേഷം സമൂഹം പുരുഷനെ വെറുതെ വിടുകയും പിന്നീട് ജീവിതകാലം മുഴുവനും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ട്രോമയിലേക്ക് പരാതി ഉന്നയിച്ച സ്ത്രീകളെ തള്ളിയിടുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടുത്തെ വൃത്തികെട്ട വ്യവസ്ഥിതിയാണ് അതിക്രമങ്ങളെയും കടന്നുകയറ്റങ്ങളെയും കുറിച്ച് നിശബ്ദരായിരിക്കാൻ ഇവിടുത്തെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. ഈ വ്യവസ്ഥിതി തിരുത്തിയതിനു ശേഷം മാത്രമേ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്തുകൊണ്ട് പേര് പറയുന്നില്ല, എന്തുകൊണ്ട് വിളിച്ചു പറയുന്നില്ല എന്ന ബഹളം വയ്ക്കാൻ പാടുള്ളൂ. ഒരു വ്യക്തി യാതൊരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാത്ത തീരുമാനത്തെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. തൊഴിൽ മേഖലകളിൽ ഒരു വ്യക്തിയുടെ മേൽ അധികാര പ്രയോഗം നടത്താൻ പറ്റുന്ന CEO, മാനേജിംഗ് ഡയറക്ടർ, സീനിയർ ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ ബലമായി കൺസെൻറ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു പവർ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവരിൽ നിന്നും ഒരു സമ്മതം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലും കൺസെൻ്റ് അല്ല. ചിലപ്പോൾ സ്ത്രീകൾ പീഡനം നേരിടുന്നത് മോറൽ ഹൈ ഹാൻഡേഴ്സിന് ഉള്ള ആളുകളിൽ നിന്നാകാം, കുടുംബക്കാരോ അധ്യാപകരോ. അതേപോലെ തന്നെ തൊഴിൽ മേഖലകളിലും രാഷ്ട്രീയ, സാംസ്കാരിക, കലാമേഖലകളിലും അധികാരം കൈയാളുന്ന പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആരിൽ നിന്നും ഒരു പെൺകുട്ടി ഒരു പ്രെഡേറ്ററിനെ ഭയപ്പെടണം. അവർ ഒരുപോലെ കൺസെൻറ്റ് പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കരുത്തരാകാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയമായ ഉന്നതങ്ങളിലിരുന്ന് സാധാരണ വ്യക്തികളെ ഭീഷണിയും പ്രലോഭനങ്ങളും നിങ്ങളുടെ മറ്റധികാര പ്രയോഗങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് താൽക്കാലികമായി നേടിയെടുക്കുന്ന സമ്മതം അത് കൺസെൻ്റ് അല്ല. മാത്രമല്ല, കൺസെൻറ്റിനെ മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കാനും കഴിയണം. കാരണം ചതിച്ചു നേടിയ കൺസെൻ്റ് ആണെങ്കിൽ താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ദിവസം ഒരു വ്യക്തിക്ക് താൻ നൽകിയ കൺസെൻറ്റ് പിൻവലിക്കാൻ സാധ്യമാകണം. അല്ലാതെ അന്ന് അനുവദിച്ചതുകൊണ്ട് ഇന്നും അനുവദിക്കണം എന്ന് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല കൺസെൻറ്റ്. രണ്ടാമത്തെ അശ്ലീല ചോദ്യം, എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് കിടന്നു കൊടുക്കുന്നത്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് സമൂഹം പുരുഷന്മാരോട് ചോദിക്കാത്തത്? ഒരു പുരുഷൻ ഇന്ന് രാവിലെ പരിചയപ്പെട്ട സ്ത്രീയെ അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുകയും അന്ന് വൈകുന്നേരം ആഗ്രഹം പൂർത്തീകരണത്തിനായി അവരുടെ വീട്ടിലേക്ക് എന്തിനാണ് ചെന്ന് കയറിയത് എന്ന് സ്ത്രീകൾ തിരിച്ചു ചോദിച്ചാൽ എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതേ മറുപടി മാത്രമേ ഈ വിഷയത്തിൽ ഒരു സ്ത്രീക്കും പറയേണ്ടതുള്ളൂ. ആ ചോദ്യം നിങ്ങൾ ഒരാണിന് നേരെ ഉയർത്തുന്നില്ലെങ്കിൽ മേലിൽ ഈ വൃത്തികെട്ട ചോദ്യവുമായി ഒരു പെണ്ണിൻ്റെ അടുത്തും പോകരുത്. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പോയ തലമുറയെ വിട്ടുകളയുക. നിങ്ങളുടെ മക്കളെയെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെപ്പറ്റി സാക്ഷരതയോടുകൂടി വളർത്തുക. കാരണം ഇതൊരു സോഷ്യൽ ക്രൈമാണ്. ഇതൊരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്നതിനേക്കാൾ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥ ഒരു ജെൻഡറിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന ക്രൈമാണിത്. കാരണം ഇത്തരത്തിൽ പെൺകുട്ടികളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്ന തോന്നലിൽ ആൺകുട്ടികളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഈ രാജ്യത്തെ മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള 2 കസേരകൾ ഒരേ സമയം താലത്തിൽ വെച്ച് കെട്ടിയിടും. നഷ്ടപ്പെടാൻ ഇമേജ് ഉൾപ്പെടെ 100,000 കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്തയില്ലാതിരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്താണ്? സ്ത്രീകൾ അത്രമേൽ അശക്തരാണെന്നും അവർക്ക് നിലവിളിക്കാൻ കഴിയുകയില്ല എന്നും ഈ സമൂഹം അയാൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകളാണ്. അപ്പോൾ ആ വ്യവസ്ഥിതി തിരുത്താനുള്ള ഒരവസരം കൂടിയായിട്ട് നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണണം. ഈ പരാതികൾ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച സകല പെൺകുട്ടികളെയും സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം വിഷയത്തിൽ പ്രതിരോധത്തിലായവർ പ്രീ എക്സസൈസിൻ്റെ ഭാഗമായി ഇടുന്നതായിരിക്കാം. പക്ഷേ ബാക്കിയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തവും മാംസവും മജ്ജയുമുള്ള സാധാരണ ജനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മകളെ, സഹോദരിയോ അമ്മയോ ഏതു നിമിഷവും കടന്നുപോയേക്കാവുന്ന ഒരു സാഹചര്യം നേരിടുന്ന പെൺകുട്ടികൾ സ്ലട്ട് ഷെയിം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ
പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണ് കേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി കാര്യക്ഷമമായ അന്വേഷിക്കുകയും ഇരകളുടെ ഐഡന്റിറ്റി പുറത്തു വരാത്ത തരത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നൊറ്റ പരിഹാര മാർഗം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിൻ്റെ സമത്വത്തിൽ, ജനാധിപത്യത്തിൽ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൽ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിനുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ്. കൃത്യമായിട്ട് നിലപാടുകൾ പലതവണ പല വിഷയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള താര ടോജോ അലക്സ് കോൺഗ്രസിൻ്റെ അടിയുറച്ച പ്രവർത്തകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ നിലപാടുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയത്തിലും കൃത്യമായിട്ട് അവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, ഇരയോടൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ വരുന്ന ആരോപണങ്ങളും. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പല നേതാക്കളും പ്രവർത്തകരും മാങ്കൂട്ടത്തലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കൂട്ടത്തലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക, പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കോൺഗ്രസിനകത്ത് വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തൽ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു തീരുമാനം വരും എന്നതാണ് പ്രതീക്ഷ.